നമസ്കാരം. കഥ അമ്മയും മകനും. രചന അജിത് കല്ലൻ. കഥാവായന നയന. നഗരാതിർത്തിയിൽ മേൽപ്പാലത്തിന്റെ താഴെയായി ഡ്രെയിനേജിന്റെ ദുർഗന്ധം വമിക്കുന്ന ഓടയ്ക്കരികിലാണ് അയാളുടെ കുടിൽ. കുടിലെന്ന് പറയാനായി ഒന്നുമില്ല. കീറിയ പ്ലാസ്റ്റിക് ഷീറ്റും ചാക്കും കെട്ടിമറച്ച ഒരിടം. ചുറ്റുവട്ടത്തായി അതുപോലെ തന്നെ 10-20 കുടിലുകൾ വേറെയും കാണാം. ഒറ്റ നോട്ടത്തിൽ ഒരു പ്രേത നഗരം പോലെ തോന്നും ആ പ്രദേശം കണ്ടാൽ. ഇരുട്ടി തുടങ്ങിയിരുന്നു. അയാളുടെ വൃദ്ധയായ അമ്മ കുടിലിനകത്ത് നിലത്ത് വിരിച്ച കീറിയ പായയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഒരു മൂലയിൽ കത്തിച്ചു വെച്ച ചെറിയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം കുടിലിനുള്ളിൽ ഒളിച്ചിരുന്നു. ആ വെളിച്ചം അവിടെ ഇല്ലായിരുന്നെങ്കിൽ അയാളുടെ അമ്മയെ കാണാനാവില്ലായിരുന്നു. ശോഷിച്ച് എല്ലും തോലുമായി ഒരു രൂപം. അമ്മയ്ക്കരികിൽ അയാൾ കുന്തിച്ചിരുന്നു. അയാളുടെ ശുഷ്കിച്ച നീണ്ട വിരലുകൾ അമ്മയുടെ ചുളിവുകൾ വീണ മുഖത്ത് സ്പർശിച്ചു. 2 ദിവസമായില്ലേ അമ്മ എന്തെങ്കിലും തിന്നിട്ട്? നീ എന്തെങ്കിലും തിന്നിനാ മോനെ? അമ്മയുടെ മറുചോദ്യം. ആ തിന്നിന്, അയാൾ പറഞ്ഞു. അയാളും നുണ പറയാൻ ശീലിച്ചിരുന്നു. ഇപ്പോ വെറുതെയുടെ കാലമാ അയാൾക്ക്. പൈസയ്ക്ക് അയാൾ പലരോടും കൈനീട്ടി. പണിയില്ലാത്ത അയാൾക്ക് ആരും പൈസ കടം കൊടുത്തില്ല. തിരുപ്പൂരിൽ നിന്നും ചെല്ലദുരൈ കൊണ്ടുവരുന്ന കുട്ടിയുടുപ്പുകൾ നഗരത്തിലെ തെരുവോരങ്ങളിൽ വിൽക്കലാണ് അയാളുടെ പണി. അയാളുടെ അച്ഛന്റെ പണിയായിരുന്നു അത്. അച്ഛൻ മരിച്ചപ്പോൾ ആ പണി അയാൾ ഏറ്റെടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ കുറച്ച് ഉടുപ്പുകൾ വിറ്റാലായി. ഇരുട്ടി തുടങ്ങിയാൽ ചെല്ലദുരൈ വരും. ബാക്കിയുള്ള ഉടുപ്പും പൈസയും വാങ്ങി കച്ചവടത്തിനനുസരിച്ച് 50 or 100 അയാൾക്ക് കൊടുക്കും. ഇപ്പോ ചെല്ലദുരൈ വരാറില്ല. ചെല്ലദുരൈ ചത്തുപോയെന്ന് ആരോ പറയുന്നത് അയാൾ കേട്ടു. നടക്കുന്നതിനിടയിൽ മലർന്നടിച്ച് വീണിട്ടാണത്രേ ചെല്ലദുരൈ ചത്തത്. അതിൽ പിന്നെ അയാളുടെ പണിയും നിന്നു. അമ്മയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇരുട്ടിലെ നേരിയ വെളിച്ചത്തിൽ നനഞ്ഞ കണ്ണുകളോടെ അയാൾ അമ്മയെ നോക്കി. നീ ആ മൂലയിലുള്ള പെട്ടി തുറന്നു നോക്ക്, അതിലെന്തെങ്കിലും പൈസ കാണും. നിന്റെ അച്ഛൻ ഇടക്കിടക്ക് തരുന്ന പൈസ ഞാനതിൽ വെച്ചിട്ടുണ്ട്. അയാൾ ആർത്തി പിടിച്ചെന്ന പോലെ മൂലയിലുണ്ടായിരുന്ന തകരപ്പെട്ടി തുറന്നു. പഴയ കീറിയ കുറച്ച് തുണികൾ അയാൾ അതിൽ നിന്നെടുത്ത് പുറത്തേക്കിട്ടു. 10ന്റെ കുറച്ച് പഴകിയ നോട്ടുകൾ അടിയിലുണ്ടായിരുന്നു. അയാൾ അതൊക്കെ എടുത്ത് എണ്ണി പോലും നോക്കാതെ പോക്കറ്റിലിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങി വരാം. അയാളുടെ മെലിഞ്ഞ ശരീരത്തിൽ ഒരാവേശം പടർന്ന് കയറിയിരുന്നു. അയാൾ കുടിലിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇരുട്ടിലൂടെ കാലുകൾ നീട്ടിവെച്ച് നടന്നു. ഏകദേശം 1 കിലോമീറ്റർ നടക്കണം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാനുള്ള കടയിലെത്താൻ. അയാൾ അവിടെയുള്ള മറ്റു കുടിലുകൾക്കിടയിലെ ഇടവഴിയിൽ കൂടി നടന്ന് റോഡിലേക്ക് നടന്നു. അങ്ങിങ്ങായി മുനിഞ്ഞു കത്തുന്ന തെരുവ് വിളക്ക് ഇരുട്ടിനെ ഭയന്ന് കത്തിക്കൊണ്ടിരുന്നു. 4-5 നായ്ക്കൾ റോഡിലുണ്ടായിരുന്നു. നായ്ക്കൾ അയാളെ കണ്ടെങ്കിലും കുരച്ചില്ല. അയാൾ ഒരു ചെറുപ്പക്കാരന്റെ ഊർജത്തോടെ മുൻപോട്ട് നടന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും അപരിചിതരായ ചെറുപ്പക്കാർ ഇരുട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ ചെറുപ്പക്കാരെ നോക്കി. അവരെ കണ്ടപ്പോൾ മരിച്ചുപോയവരുടെ ആത്മാക്കൾ പോലെയുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ തന്റെ പോക്കറ്റിൽ കൈവച്ചമർത്തി പിടിച്ചു. അയാളുടെ നെഞ്ചെടുപ്പ് ഉയരുന്നുണ്ടായിരുന്നു. കാലുകളുടെ വേഗത കുറഞ്ഞു. അയാൾ വിയർക്കാൻ തുടങ്ങി. ഇരുട്ടിൽ ചെറുപ്പക്കാർ എപ്പോഴാണ് അടുത്തെത്തിയതെന്ന് അയാൾ അറിഞ്ഞില്ല. പെട്ടെന്ന് എടുത്തടിച്ച പോലെ അയാൾ താഴെ വീണു. ചെറുപ്പക്കാർ മനഃപൂർവ്വം തള്ളി താഴെയിട്ടതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോക്കറ്റിലുള്ള പൈസ തപ്പി നോക്കി. പൈസ പോക്കറ്റിലില്ലായിരുന്നു. അയാൾ അറിയാതെ അമ്മയെ ഓർത്ത് ഉച്ചത്തിൽ കരഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്നും ഉപ്പുരസത്തിലുള്ള കണ്ണുനീർ തുള്ളികൾ താഴേക്ക് തെറിച്ചു. അന്നേരം അയാളുടെ ചുറ്റിലും നേരത്തെ കണ്ട നായ്ക്കൾ അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.